Hello, my dear students. Welcome back to Emerging Trends in Management, Session 27. നമ്മൾ 26-ൽ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ആക്ടിവിറ്റീസ് ഇനിയും ബാക്കിയുണ്ട്. ഇന്ന് നമ്മൾ അതിൻ്റെ വെയർ ഹൗസിംഗ് ആക്ടിവിറ്റീനെ കുറിച്ചാണ് പറയാൻ തുടങ്ങുന്നത്. നമുക്കറിയാം വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്ട്സ്, പ്രത്യേകിച്ചും ഫിനിഷ് പ്രോഡക്ട്സിനെ സേഫ് കസ്റ്റഡിയിൽ വെക്കുന്നതാണ് വെയർ ഹൗസിംഗ്. എന്തിനാണ് അങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഡിമാൻഡ് വരുന്നതനുസരിച്ച് അതിനെ സപ്ലൈ ചെയ്യാം. സോ ദാറ്റ് സപ്ലൈ ആൻഡ് ഡിമാൻഡിനെ ഇതെന്ത് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് വെയർ ഹൗസിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റിന് ടൈം വാല്യൂ പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ് വെയർ ഹൗസിംഗ്. ഓക്കെ, ടൈം യൂട്ടിലിറ്റി. പിന്നെ വരുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ. ഇത് നമ്മുടെ ലോജിസ്റ്റിക്സിലെ മെയിൻ ആക്ടിവിറ്റിയാണ്. മെറ്റീരിയൽസും പ്രോഡക്ട്സും ഓരോ സ്ഥലങ്ങളിൽ നിന്നും വേറെ സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യിക്കുന്നു. നമ്മുടെ പ്രോഡക്ട്സ് പ്രൊഡക്ഷൻ പ്ലേസിൽ നിന്നും കൺസപ്ഷൻ പ്ലേസിലേക്ക് മൂവ് ചെയ്യിച്ച് നമ്മുടെ പ്രോഡക്റ്റിന് പ്ലേസ് യൂട്ടിലിറ്റി വാല്യൂ പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ രണ്ട് കാര്യം അത് എപ്പോഴും നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവണം. വെയർ ഹൗസിംഗ് ആണ് ടൈം യൂട്ടിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ട്രാൻസ്പോർട്ടേഷൻ ആണ് നമുക്ക് പ്രോഡക്റ്റിന് പ്ലേസ് യൂട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ ലോജിസ്റ്റിക്സിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് റിവേഴ്സ് ലോജിസ്റ്റിക്സ്. എന്താണ് റിവേഴ്സ് ലോജിസ്റ്റിക്സ്? മാനുഫാക്ചർ ചിലപ്പോൾ റോ മെറ്റീരിയൽ സപ്ലയറിന് തിരിച്ചു കൊടുത്തേക്കാം, അതുപോലെ തന്നെ കസ്റ്റമേഴ്സും ചിലപ്പോൾ പ്രോഡക്ട്സ് റിട്ടേൺ ചെയ്തേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് റിട്ടേൺസും ബാക്ക്വേർഡ് ഫ്ലോയിൽ വരുന്നതും ലോജിസ്റ്റിക്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതിൽ പ്രത്യേകിച്ചും നമ്മുടെ കസ്റ്റമേഴ്സിൽ നിന്നും റിട്ടേൺ വരുന്ന ഗുഡ്സ്, അത് പ്രത്യേകിച്ചാണ് ഹാൻഡ്ലിംഗ് ഓഫ് റിട്ടേൺ ഗുഡ്സ്. എന്തെങ്കിലും നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുത്തിട്ടുള്ള പ്രോഡക്ട്സിന് എന്തെങ്കിലും ഡിഫോൾട്ട് വന്നു, റിപ്പയറിങ് വന്നു എന്നുണ്ടെങ്കിൽ ആ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഗുഡ്സ് ഒന്നില്ലെങ്കിൽ റിപ്പയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക. ഓക്കെ, അത് മാത്രമല്ല, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആ ഡിഫക്ട്സ് എന്താണെന്നും എൻക്വയറി ചെയ്ത് അത് കൺസേൺ പാർട്ടീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും വേണം. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ലോജിസ്റ്റിക്സിൻ്റെ ആക്ടിവിറ്റീസിൽ വരുന്നതാണ്. ഓക്കെ, ഓക്കെ. ഇനി നമ്മുടെ ലോജിസ്റ്റിക്സിലുള്ള ആക്ടിവിറ്റിയിൽ വരുന്ന ഒരു കാര്യമാണ് സാൽവേജ് ആൻഡ് സ്ക്രാപ്പ് ഡിസ്പോസൽ. അതായത് ഇപ്പം നമുക്ക് വരുന്ന ഒരുപാട് വേസ്റ്റുകൾ, നമുക്ക് തിരിച്ച് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വേസ്റ്റുകൾ, ഡാമേജ് മെറ്റീരിയൽസ്. സാൽവേജ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാരണം കൊണ്ട് നശിച്ചു പോയ അവശിഷ്ടങ്ങൾ, അല്ലേ, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും കാരണം കൊണ്ട്, ഇപ്പോൾ സപ്പോസ് ഒരു ഫുൾ എന്താ പറയുക ബാച്ച് ഓഫ് പ്രോഡക്റ്റ് ഇപ്പം തീ കൊണ്ട് ഇപ്പോൾ പെട്ടെന്നൊരു ഫയറിൽ അങ്ങനെ കത്തി നശിച്ചു, അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ അത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അൺയൂസബിൾ ആയിട്ടുള്ള സാൽവേജസ്, സ്ക്രാപ്പ് ഡിസ്പോസൽസ്, അതായത് റീയൂസ് ചെയ്യാൻ പറ്റാത്ത വേസ്റ്റുകൾ, ഡാമേജ് മെറ്റീരിയൽസ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നു, സ്ക്രാപ്പിന് സെയിൽ ചെയ്യുന്നതും നമ്മുടെ ലോജിസ്റ്റിക്സിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ്. പിന്നെ കസ്റ്റമേഴ്സിന് ആഫ്റ്റർ സെയിൽ സർവീസ് സപ്പോർട്ടും നമ്മുടെ ലോജിസ്റ്റിക്സ് കൊടുക്കുന്നുണ്ട്. അത് നമ്മളുടെ കസ്റ്റമർ സർവീസിൻ്റെ ഒരു ക്വാളിറ്റിയുടെ ഭാഗമാണ് പ്രോംപ്റ്റ് ആയിട്ടുള്ള ആഫ്റ്റർ സെയിൽ സർവീസ്. അത് കസ്റ്റമറിൻ്റെ പ്രെമിസസിലുള്ള സെല്ലർ സർവീസ് സെൻറ്റേഴ്സ് വഴിയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ ലോജിസ്റ്റിക്സിൽ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഫ്ലോ ഉണ്ടാവുന്നു. അത് കറക്റ്റ് ലിങ്കേജിൽ കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ ലോജിസ്റ്റിക്സ് ഫങ്ഷൻസ് ഒക്കെ പ്രോപ്പറാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നത്. അതും വളരെ ക്വിക്ക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നു, സോ ദാറ്റ് അതിന് ഉചിതമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ലോജിസ്റ്റിക്സിൻ്റെ ആക്ടിവിറ്റീസ് വരുന്നത്, 15 എണ്ണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളുടെ ലോജിസ്റ്റിക്സിൽ ഉണ്ടാവുന്ന ഫ്ലോ എന്തൊക്കെയാണ്? രണ്ട് ഫ്ലോ ആണ്, ഇൻവെൻറ്ററി ഫ്ലോ ആൻഡ് ഇൻഫർമേഷൻ ഫ്ലോ. ഇൻവെൻറ്ററി ഫ്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സപ്ലയേഴ്സ് തൊട്ട് കസ്റ്റമർ വരെയുള്ള കണക്റ്റിംഗ് ഓപ്പറേഷനാണ് ഇൻവെൻറ്ററി ഫ്ലോയിൽ വരുന്നത്. അതിൽ സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ, അല്ലേ, അത് റോ മെറ്റീരിയൽസിൻ്റെ, വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ, അതുപോലെ പ്രോഡക്ട്സിൻ്റെ ഒക്കെ വരുന്നുണ്ട്. അത് വേരിയസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ആയിട്ടുള്ള വേരിയസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളിലാണ് ഇങ്ങനെയുള്ള ഇൻവെൻറ്ററി ഫ്ലോ വരുന്നത്. ഓക്കെ,
അപ്പോൾ നമ്മളുടെ ഇൻവെൻട്രി ഫ്ലോ ശരിക്കും നോക്കുകയാണെങ്കിൽ 3 ഏരിയാസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇൻവെൻട്രി ഫ്ലോ പ്രൊക്യൂർമെൻറ്റിൽ, മാനുഫാക്ചറിംഗ് സപ്പോർട്ടിൽ, പിന്നെ കസ്റ്റമർ അക്കോമഡേഷനിൽ, അങ്ങനെ 3 ലെവൽസിലായിട്ട് 3 ഏരിയാസിലായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിൽ ആദ്യം നമ്മുടെ പ്രൊക്യൂർമെൻ്റ് ആണ്. പ്രൊക്യൂർമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാം, അത് ട്രാൻസ്പോർട്ട് ചെയ്യാം, അത് നമ്മുടെ മാനുഫാക്ചറിങ് പ്ലാൻസിലേക്ക് വേണ്ടിയിട്ട്. ഇതിനെ നമുക്ക് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയാം. ഈ ഒരു പ്രൊക്യൂർമെൻറ്റിലൂടെയാണ് സപ്ലയറും ഫേമും തമ്മിൽ കണക്ഷൻ ആവുന്നത്. ശരിക്കും ഒരു നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊക്യൂർമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ടൈംലി സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ്, അത് നമ്മളുടെ പ്രൊഡക്ഷൻ ഇൻറ്ററപ്റ്റ് ആവാത്ത രീതിയിൽ അങ്ങനത്തെ സിറ്റുവേഷൻസിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്രൊക്യൂർമെൻറ്റ്. ഒരു ലോജിസ്റ്റിക്സിൻ്റെ എഫിഷ്യൻസി തുടങ്ങുന്നതും ഈ പ്രൊക്യൂർമെൻറ്റ് എഫിഷ്യൻസിയിൽ നിന്നുമാണ്. അതാണ് പ്രൊക്യൂർമെൻറ്റ്, ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്. പിന്നെ വരുന്നതാണ് മാനുഫാക്ചറിങ് സപ്പോർട്ട്. ഇത് ശരിക്കും നമ്മളുടെ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ യൂണിറ്റിൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ഫ്ലോ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ മെറ്റീരിയൽസ് മാത്രമല്ല, കമ്പോണൻസും പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വേറെ മെറ്റീരിയൽസ്, ഇതിൻ്റെ എല്ലാം ഫ്ലോ ആ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിന് സുഗമമാവുന്ന രീതിയിൽ ഇൻറ്റേർണലായിട്ട് നടക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ, അത് ഡിഫറെൻറ്റ് മാനുഫാക്ചറിങ് പ്ലാൻസിനുള്ളിൽ. അപ്പം അതാണ് എന്ത് മാനുഫാക്ചറിങ് സപ്പോർട്ട്. അത് നമ്മൾ ഇൻറ്റേർണൽ ലോജിസ്റ്റിക്സ് എന്നും കൂടി പറയും. പിന്നെ മൂന്നാമത് വരുന്നതാണ് കസ്റ്റമർ അക്കോമഡേഷൻ. ഇത് നമ്മൾ ഫിനിഷ് ഗുഡ്സ് കസ്റ്റമറിൻ്റെ അവിടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ റൈറ്റ് പ്ലേസിലാണ് കസ്റ്റമറിനെ എത്തിച്ചു കൊടുക്കുന്നത്. ഇത് ശരിക്കും നമ്മളുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റീറ്റെയിൽ സ്റ്റോഴ്സിലും നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രസൻസ് ഉറപ്പുവരുത്തുന്നു. ഇത് നമ്മുടെ ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ് ആണ്. അപ്പോൾ പ്രൊക്യൂർമെൻറ്റ് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സും, കസ്റ്റമർ അക്കോമഡേഷൻ ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സും, മാനുഫാക്ചറിങ് സപ്പോർട്ട് ഇൻറ്റേർണൽ ലോജിസ്റ്റിക്സും ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഇൻവെൻട്രി ഫ്ലോയിൽ നമ്മൾ പ്രൊക്യൂർമെൻറ്റ് ഫ്ലോ, മാനുഫാക്ചറിങ് സപ്പോർട്ട്, കസ്റ്റമർ അക്കോമഡേഷൻ പറഞ്ഞു അല്ലേ. അല്ല, പ്രൊക്യൂർമെൻറ്റ് നമ്മളുടെ റോ മെറ്റീരിയൽ ഫ്ലോയിനെ, അതിൻ്റെ പാർട്സ്, കമ്പോണൻസ് അതിനെ ഡീൽ ചെയ്യുന്നതാണ്. മാനുഫാക്ചറിങ് സപ്പോർട്ടിൽ നമ്മൾ മെറ്റീരിയൽസ്, അതിൻ്റെ പാർട്സ്, വർക്ക് ഇൻ പ്രോഗ്രസ്, നമ്മുടെ മാനുഫാക്ചറിങ് പ്ലാൻസിനുള്ളിൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ. പിന്നെ കസ്റ്റമർ അക്കോമഡേഷനിൽ ഫ്ലോ ഓഫ് ഫിനിഷ് പ്രോഡക്ട്സ് ടു ദ കസ്റ്റമേഴ്സ്, അങ്ങനെ വരുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് നമ്മളുടെ ഇൻഫർമേഷൻ ഫ്ലോ. ഓക്കെ, സോ ഇൻഫർമേഷൻ ഫ്ലോയിൽ ശരിക്കും ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ്റെ ഒരു വൈറ്റലായിട്ടുള്ള ഒരു ഇൻപുട്ടാണ് ശരിക്കും നമ്മുടെ ഇൻഫർമേഷൻ. അതില്ലാതെ ഒരിക്കലും ഒരു ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ സക്സസ്ഫുൾ ആവാൻ പറ്റില്ല. നമ്മളുടെ പ്രത്യേകിച്ച് നമ്മളുടെ ലോജിസ്റ്റിക്സിൽ നമ്മൾ സപ്ലൈ ചെയിനിൽ പ്രത്യേകിച്ച് നമ്മുടെ ഡിഫറെൻറ്റ് പാർട്ടിസിപ്പൻസിനെ തമ്മിൽ അവരൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഇൻഫർമേഷൻ ഫ്ലോയിലൂടെയാണ്. അത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഫ്ലോസ് ഉണ്ട്. ടൈംലി ഇൻഫർമേഷൻസ് മാനേജേഴ്സിന് എനേബിൾ ആക്കിക്കൊണ്ട് കറക്റ്റ് ലോജിസ്റ്റിക്കൽ ഡിസിഷൻസ് എടുക്കാനായിട്ട് ഈ ഇൻഫർമേഷൻ സഹായിക്കുന്നതാണ്. ശരിക്കും നമ്മുടെ ഇൻവെൻട്രി ഫ്ലോയിൽ പ്രൊക്യൂർമെൻറ്റും മാനുഫാക്ചറിങ് സപ്പോർട്ടും കസ്റ്റമർ അക്കോമഡേഷൻ ഇതെല്ലാം നല്ലതുപോലെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ടും ഇൻഫർമേഷൻ ആവശ്യമാണ്. ഈ ഇൻഫർമേഷൻ ഫ്ലോയുടെ മെയിൻ ഒരു ഒബ്ജക്റ്റീവ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സപ്ലൈ ചെയിൻ പെർഫോമൻസ് ഓവറോൾ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം പല രീതിയിലുള്ള ഇൻഫർമേഷൻ ഫ്ലോ ആണ്. എൻക്വയറീസ് ആയിട്ടും, കൊട്ടേഷൻസ് ആയിട്ടും, ഓർഡേഴ്സ് ആയിട്ടും, സ്റ്റാറ്റസ് എൻക്വയറീസ്, കംപ്ലയിൻറ്റ്സ്, അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അങ്ങനെ പല രീതിയിലാണ് ഇൻഫർമേഷൻ ഫ്ലോ നടക്കുന്നത്. ഓക്കെ, സോ നല്ലൊരു എഫിഷ്യൻറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മുടെ ഈ ലോജിസ്റ്റിക്സിലെ എല്ലാ പാർട്ടിസിപ്പേഷനും കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇൻഫർമേഷൻ ഫ്ലോ നല്ല രീതിയിലാക്കാനായിട്ട് പറ്റും. പിന്നെ പോരാത്തതിന് നമ്മളുടെ ഇപ്പോഴത്തെ ഇൻഫർമേഷൻ ടെക്നോളജി നമ്മളുടെ ഇൻഫർമേഷനെ ക്വിക്കായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് പല ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഏരിയാസിൽ നമ്മളുടെ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിനെ
സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഇൻഫർമേഷൻ ഫ്ലോ. ഓക്കെ.